ആൾട്ടർനേറ്റീവ് പാത്സ്, വേറിട്ട വഴികൾ. ഗാന്ധിയൻ സമരരീതി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തിൻ്റേത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമരരീതിയായിരുന്നു. അക്രമത്തിൻ്റെ മാർഗം അദ്ദേഹം ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം, അതേപോലെ തന്നെ 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, 1918 തന്നെ ഖേദ സത്യാഗ്രഹം എന്നിവിടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. കൂടാതെ 1919 റൗലത്ത് വിരുദ്ധ സമരം, 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ സമരത്തിലും ഗാന്ധിയൻ സമരരീതി എന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. കൂടാതെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ 1922 ചൗരി ചൗര എന്ന ഭൂപ്രദേശത്ത് ജനങ്ങൾ അക്രമത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഗാന്ധിജി അത്രത്തോളം അക്രമത്തെ വെറുത്തിരുന്നു. കൂടാതെ 1929 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനത്തിലും 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ഗാന്ധിയൻ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആരെയും ഹിംസിക്കാതെയുള്ള സമരമുറയായിരുന്നു ഗാന്ധിജിയുടേത്. എന്നാൽ ഗാന്ധിയൻ സമരരീതിയോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത ചില വ്യക്തികളെയും അവരുടെ സംഘടനകളെയും കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗാന്ധിയൻ സമരരീതിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന കുറച്ച് നേതാക്കന്മാരുടെയും അവരുടെ സംഘടനകളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. C.R. Das and Motilal Nehru, who opposed the Gandhian idea of boycott movement, formed the Swaraj Party in 1923. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത C.R. ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വരാജ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയത്തെക്കുറിച്ചാണ്. They argued for making legislative assemblies as platforms for raising our voices instead of boycotting them, and they contested elections. They argued for making legislative assemblies as platforms for raising our voices instead of boycotting them. ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള വേദികളാക്കി മാറ്റണം, പ്ലാറ്റ്ഫോം ആക്കി മാറ്റണം എന്നാണ് സ്വരാജ് പാർട്ടിയും മോത്തിലാൽ നെഹ്റു അതുപോലെ തന്നെ C.R. ദാസ് എന്നിവർ പറഞ്ഞത്. They argued for making legislative assembly as platform for raising our voices instead of boycotting them, and they contested elections. എന്നിട്ട് അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തു. Gradually the opposition to Gandhian method of struggle intensified. പതിയെ ഗാന്ധിയൻ സമരരീതികളോടുള്ള കടുത്ത വിയോജിപ്പ് കൂടുതൽ ശക്തമായി പ്രകടമാകാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് C.R. ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവർ ഗാന്ധിയൻ ബഹിഷ്കരണ സമരരീതിയെ ശക്തമായി എതിർക്കുകയും തുടർന്ന് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തു. നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദികളാക്കി മാറ്റണം എന്നാണ് സ്വരാജ് പാർട്ടിയും അതേപോലെ തന്നെ C.R. ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവർ വാദിച്ചത്. എന്നിട്ട് ഇലക്ഷനിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമരരീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഭാഗത്ത് സ്വരാജ് പാർട്ടി എന്ന് എഴുതിയിടുക. അടുത്ത ഭാഗം, റവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ gathered in Delhi and formed Hindustan Socialist Republican Association in 1928. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികൾ ഡൽഹിയിൽ ഒത്തുകൂടുകയും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന 1928 രൂപീകരിക്കുകയും ചെയ്തു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് വേർ അറ്റ് ദ ഹെം ഓഫ് ദിസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് HSRയെ കുറിച്ചാണ്. അവിടെ HSR എന്ന് എഴുതിയിടുക. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികൾ ഡൽഹിയിൽ ഒത്തുകൂടുകയും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 രൂപീകരിക്കുകയും ചെയ്തു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അടുത്ത ഭാഗം
ദേ ഫ്ലോട്ടഡ് എ മിലിറ്ററി വിങ് കാൾഡ് റിപ്പബ്ലിക്കൻ ആർമി. അതായത് HSRA അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ഒരു സേനാ വിഭാഗത്തിന് രൂപം നൽകിയുണ്ടായി. അതിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. ഫോർ ആംഡ് റവല്യൂഷൻ, സായുധ സമരത്തിന് വേണ്ടിയിട്ടാണ്, സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ടാണ് ഈ സേനാ വിഭാഗത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി എന്നത്. ഫോർ ആംഡ് റവല്യൂഷൻ. ഇനി അവരുടെ ലക്ഷ്യമാണ് പറയുന്നത്, അഥവാ റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യമാണ് പറയുന്നത്, their plan was to overthrow the colonial government through military action. സൈനിക നടപടിയിലൂടെ കോളനി ഭരണത്തെ അട്ടിമറിക്കുകയും ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനുമായിട്ടാണ് ഈ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ സേനാ വിഭാഗത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് റിപ്പബ്ലിക്കൻ ആർമിയെക്കുറിച്ച് മാത്രമാണ്. അവിടെ റിപ്പബ്ലിക്കൻ ആർമി എന്ന് എഴുതിയിടുക. അപ്പോൾ ദേ ഫ്ലോട്ടഡ് എ മിലിറ്ററി വിങ് കാൾഡ് റിപ്പബ്ലിക്കൻ ആർമി ഫോർ ആംഡ് റവല്യൂഷൻ. സായുധ വിപ്ലവത്തിനായിട്ട് HSRA രൂപീകരിച്ച ഒരു സേനാ വിഭാഗത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി എന്നത്. ദർ പ്ലാൻ വാസ് ടു ഓവർത്രോ ദ കൊളോണിയൽ ഗവൺമെൻറ് ത്രൂ മിലിറ്ററി ആക്ഷൻ. സൈനിക നടപടിയിലൂടെ കോളനി ഭരണത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ പുറത്താക്കുകയും ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനുമായിട്ടാണ് ഈ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം, ഇൻ ലാഹോർ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് shot to kill Sanders, the police officer who was responsible for the lathi charge that had led to the national leader Lala Lajpat Roy. പഞ്ചാബിലെ ആദ്യകാല ദേശീയ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്ന നേതാവിനെ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രമിച്ചിരുന്നു. ആ സംഭവം ഇന്ത്യയിലേക്ക് സൈമൺ കമ്മീഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് പഠിക്കേണ്ടതില്ല. സൈമൺ കമ്മീഷൻ നമ്മുടെ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ലാലാ ലജ്പത് റോയ് ഒരു സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. ആ സമരത്തിൽ വളരെ ക്രൂരമായിട്ട് സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ലാലാ ലജ്പത് റോയെ ആക്രമിച്ചിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഈ സംഭവത്തിൽ വളരെ ദുഃഖിതനായിരുന്നു ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. ഇതിനെ തുടർന്നാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവർ ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സാൻഡേഴ്സിനെ വെടിവെച്ചു വന്നത്. അപ്പോൾ ഇൻ ലാഹോർ ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് ഷോട്ട് ടു കിൽ സാൻഡേഴ്സ്, ദ പോലീസ് ഓഫീസർ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ലാത്തി ചാർജ് ദാറ്റ് ഹാഡ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് നാഷണൽ ലീഡർ ലാലാ ലജ്പത് റോയ്. അപ്പോൾ രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖദേവ് എന്നിവർ ചേർന്നിട്ട് സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. അടുത്ത ഭാഗം, ഭഗത് സിംഗ് ആൻഡ് ബത്തുകേശ്വർ ദത്ത് ത്രൂ ബോംബ്സ് അറ്റ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അറ്റംപ്റ്റ് ടു പാസ് ലോസ് കർട്ടൈലിംഗ് ദ സിവിൽ റൈറ്റ്സ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബത്തുകേശ്വർ ദത്തും ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ഭഗത് സിംഗ് ആൻഡ് ബത്തുകേശ്വർ ദത്ത് ത്രൂ ബോംബ്സ് അറ്റ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു പ്രൊട്ടസ്റ്റ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ടു അറ്റംപ്റ്റ് പാസ് ലോസ് കർട്ടൈലിംഗ് ദ സിവിൽ റൈറ്റ്സ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബത്തുകേശ്വർ ദത്തും ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ദേ വെർ അറസ്റ്റഡ് ആൻഡ് സെൻഡ് ടു ജയിൽ. അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ഓൺ മാർച്ച് 23, 1931, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് വെർ ഹാങ്ഡ് ടു ഡെത്ത് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. മാർച്ച് 23 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്നിട്ട് ലാലാ ലജ്പത് റോയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായിട്ടുള്ള സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. പിന്നെ അതിനുശേഷം അടുത്തത് ഭഗത് സിംഗും ബത്തുകേശ്വർ ദത്തും കൂടെ ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞത്. തുടർന്ന്
1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റുകയുണ്ടായി. അപ്പോൾ ഈ ഭാഗത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് എഴുതിയിടുക. അപ്പോൾ ഈ ഭാഗത്തിൽ 2 തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചൊന്ന് കൊന്ന കാര്യവും അതുപോലെ തന്നെ ബത്തുകേശ്വർ ദത്തും ഭഗത് സിംഗ് കൂടെ ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ കാര്യം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത ഭാഗത്തിൽ സം റവല്യൂഷണറി ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ലീഡേഴ്സ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കന്മാരെ കുറിച്ചുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഭാഗവും കൂടിയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി, വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കറിൻ്റെയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷിൻ്റെയും പുലിൻ ബിഹാരി ദാസിൻ്റെതുമാണ്. അടുത്ത ഗദർ പാർട്ടി, ലാല ഹർദയാൽ. ലാല ഹർദയാലിൻ്റെയാണ് ഗദർ പാർട്ടി. അമേരിക്കയിലാണ് രൂപീകരിക്കപ്പെട്ടത്. കൂടാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യാസെൻ്റെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അപ്പോൾ ഇവിടെ അഭിനവ് ഭാരത് സൊസൈറ്റി, വി.ഡി. സവർക്കർ, അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസ്, ഗദർ പാർട്ടി, ലാല ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യാസെൻ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Taking cue from the Russian Revolution, the socialist ideology started to spread in India in 1930s. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മനസ്സിലാക്കിയ കാര്യമാണ് റഷ്യൻ റവല്യൂഷൻ. ആ റഷ്യൻ റവല്യൂഷൻ റിസൾട്ട്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് 1924 റഷ്യയിൽ ഒരു എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാവുന്നത്. അതിനുശേഷം 1930കളോടുകൂടി റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഇന്ത്യയിലേക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ആരംഭിച്ചു. Taking cue from the Russian Revolution, socialist ideology started to spread in India in 1930s. And these ideas influenced, ഈ ആശയങ്ങൾ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട്, and these ideas influenced a section of Congress activists, Jawaharlal Nehru, Subhash Chandra Bose, Jayaprakash Narayan, Aruna Asif Ali led the Congress socialist fraction within the Indian National Congress. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെട്ടത്. ആ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് വിഭാഗം എന്നുള്ളൊരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയതാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി എന്നിവർ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഇന്ത്യയിലേക്കും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ആരംഭിച്ചു 1930കളോടുകൂടി. ഇതിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ വിഭാഗമുണ്ടായി. അതിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്നിട്ടാണ്. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനെ കുറിച്ചാണ്. ഫോർമേഷൻ ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. At a meeting held under the chairmanship of Jayaprakash Narayan in Bombay in 1934, the Congress Socialist Party was formed. 1934 ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബോംബെയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ദിസ് ന്യൂ ഓർഗനൈസേഷൻ പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ദിസ് ന്യൂ ഓർഗനൈസേഷൻ പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. When Gandhiji and other top leaders of the Congress were arrested, ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി ലെഡ് ദ മൂവ്മെന്റ് ഫ്രം ദെയർ ഹൈഡൌട്ട്സ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്തപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി തുടങ്ങിയവരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ബോംബെയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ ചെയർമാൻഷിപ്പിൽ. ഈ പ്രസ്ഥാനം, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനം 1942 ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു.
അപ്പോൾ ഈ പ്രസ്ഥാനം, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അറസ്റ്റിലായപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി ഇവരൊക്കെ ഒളിവിൽ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പിന്തുണയാണ് ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനത്തിന് നൽകിയത്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്, ഈ 2 പാരഗ്രാഫും. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് 1930കളോടുകൂടി ഇന്ത്യയിലേക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുതിയൊരു വിഭാഗം രൂപം കൊണ്ടു. അതിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി തുടങ്ങിയവരാണ്. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 1934 ബോംബെയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ഈ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ച് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ. ഗാന്ധിജിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അറസ്റ്റിലായപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി എന്നിവർ ഒളിവിലിരുന്നു കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനത്തിന് വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകിയത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്. At various stages of the national movement, Subhash Chandra Bose expressed his difference of opinion on Gandhian ideas of struggle. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഗാന്ധിയൻ സമരരീതികളോട് വിയോജിപ്പ് അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് സുഭാഷ് ചന്ദ്രബോസ് എക്സ്പ്രസ് ഹിസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൺ ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് സ്ട്രഗിൾ. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റിംഗ് ദ കോൺഗ്രസ് ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കാൾഡ് ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസ് പാർട്ടി വിട്ട ശേഷം അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയുണ്ടായി. ക്വിറ്റിംഗ് ദ കോൺഗ്രസ് ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കാൾഡ് ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ഫോർവേഡ് ബ്ലോക്ക്? ആരാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ഭാഗം ഹി ടുക്ക് ദ ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഹി ടുക്ക് ദ ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. അപ്പോൾ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി? അത് സുഭാഷ് ചന്ദ്രബോസ് അല്ല, റാഷ് ബിഹാരി ബോസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണത്. ഹി ടുക്ക് ദ ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഫോർ ഇന്ത്യ. ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കായി വേണ്ടിയിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു സിംഗപ്പൂരിൽ. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിങ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിങ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിങ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിംഗപ്പൂരിൽ സുഭാഷ് ചന്ദ്രബോസ് ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപം നൽകിയിട്ടുണ്ടായി. ദ ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വുമൺ വിങ് കാൾഡ് ഝാൻസി റെജിമെൻറ്റ്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. ദ ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വുമൺ വിങ് കാൾഡ് ഝാൻസി റെജിമെൻറ്റ്. ക്യാപ്റ്റൻ ലക്ഷ്മി എ കേരളൈറ്റ് വാസ് ഇൻ ചാർജ് ഓഫ് ദിസ് റെജിമെൻറ്റ്. ഇതിന് നേതൃത്വം നൽകിയിരുന്നത്, ഈ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട ശേഷം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിട്ടുണ്ടായി. എന്നിട്ട് റാഷ് ബിഹാരി ബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA നേതൃത്വം ഏറ്റെടുത്തു. എന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിംഗപ്പൂരിൽ അദ്ദേഹം ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. എന്നിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വുമൺ റെജിമെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. വുമൺ വിങ് ഉണ്ടായിരുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. അതിന് നേതൃത്വം നൽകിയിരുന്നത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു.
With the support of the Japanese army, Indian National Army marched to the east-west border of India and hoisted Indian flag in Imphal. Indian National Army ജാപ്പനീസ് ആർമിയുടെ സഹായത്തോടെ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജാപ്പനീസ് ആർമി ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച് ടു ദ ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ജാപ്പനീസ് ആർമിയുടെ സഹായത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. അതിന് നേതൃത്വമാണ് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി ജാപ്പനീസ് ആർമിയുടെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തിച്ചേരുകയും ആൻഡ് ഹോയിസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഗാന്ധിയൻ സമരരീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാക്കന്മാരെക്കുറിച്ചും അവരുടെ സംഘടനകളെക്കുറിച്ചുമാണ്. തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കിയത് CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവർ ഗാന്ധിയൻ ആശയങ്ങളോട് എതിർത്ത് നിൽക്കുകയും 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ എന്നത് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കാനുള്ളതല്ല, മറിച്ച് പോരാട്ടത്തിനും അഭിപ്രായ പ്രകടനത്തിനുള്ള വേദികളാക്കി മാറ്റണം എന്നാണ് അഭിപ്രായപ്പെട്ടത് ഇവർ രണ്ടുപേരും. കൂടാതെ നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് സ്വരാജ് പാർട്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികൾ ഡൽഹിയിൽ ഒത്തുചേരുകയും 1927 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന അല്ലെങ്കിൽ HSRA എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്നാണ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖദേവ് ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. HSRAക്ക് പിന്നീട് ഒരു മിലിറ്ററി വിങ് ഉണ്ടായിരുന്നു, ഒരു ആർമി ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത് എടുത്ത് പറയുന്നു. ആംഡ് റവല്യൂഷൻ, സായുധ സമരത്തിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, കൊളോണിയൽ ഗവൺമെന്റിനെ പുറത്താക്കുക, ഓവർത്രോ ദ കൊളോണിയൽ ഗവൺമെന്റ് ത്രൂ മിലിറ്ററി ആക്ഷൻ, സൈനിക നടപടിയിലൂടെ കൊളോണിയൽ ഭരണത്തെ പുറത്താക്കുക. എന്നിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഇതായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിൽ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ലാഹോറിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, അതുപോലെ സുഖദേവ് എന്നിവർ ചേർന്നിട്ട് ലാല ലജ്പത് റോയുടെ മരണത്തിന് ഇടയായി തീർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള സാൻഡേഴ്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. മറ്റൊന്ന് പറയുന്നത് ഭഗത് സിംഗും അതുപോലെ ബത്തുകേശ്വർ ദത്തും ചേർന്നിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. തുടർന്നിട്ട് 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരെ തൂക്കിലേറ്റുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് റവല്യൂഷണറി ഓർഗനൈസേഷനും വിപ്ലവ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരെ കുറിച്ചുമാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി, BD സവർക്കർ, അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ് എന്നിവർ, ഗദർ പാർട്ടി, ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ 1930കളോടുകൂടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലേക്ക് പ്രചരിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളൊരു സോഷ്യലിസ്റ്റ് വിങ് ഉണ്ടാവുന്നു, സോഷ്യലിസ്റ്റ് വിഭാഗം ഉണ്ടാവുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്നത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് തുടങ്ങിയവരാണ്. തുടർന്ന് ജയപ്രകാശ് നാരായണൻ്റെ അധ്യക്ഷതയിൽ 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ വളരെ നിർണായകമായി പങ്കുവച്ച ഒരു സമര പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി തുടങ്ങിയവരായിരുന്നു ഇതിന് ഒളിവിലിരുന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. പിന്നെ ലാസ്റ്റ് ഭാഗത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയൻ സമരരീതികളുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം അടുത്ത ഭാഗത്തിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട ശേഷം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. എന്നിട്ട് റാഷ് ബിഹാരി ബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിംഗപ്പൂരിൽ അദ്ദേഹം ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വുമൺ വിങ് ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. അതിന് നേതൃത്വം നൽകിയിരുന്ന കേരളൈറ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അടുത്ത ഭാഗത്തിൽ ജാപ്പനീസ് ആർമിയുടെ സഹായത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമി ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു.